കായംകുളം നഗരസഭ 1-ാം വാർഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പൊടിക്കുന്ന കമ്പനിക്കെതിരെ വെൽഫെയർ പാർട്ടി കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 1-ാം വാർഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പൊടിക്കുന്ന കമ്പനിക്കെതിരെ വെൽഫെയർ പാർട്ടി കായംകുളം നഗരസഭാ കമ്മിറ്റി നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. GDM ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭാ കവാടത്തിൽ വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. ഭരിക്കാനും നിയമസഭയിൽ കേരളം ഭരിക്കുവാനും ആ ഒരു ഉദ്ദേശത്തിൽ രൂപപ്പെടുത്തിയെടുത്ത പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. കേരളത്തിലെമ്പാടുമുള്ള ഒട്ടനവധി ജനകീയ സമരങ്ങളിലൂടെ ആർഷവൽക്കരിക്കപ്പെട്ട ശബ്ദമില്ലാത്ത മനുഷ്യരുടെ നാവായി രൂപപ്പെട്ട പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഒരു നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായ ഈ ഫാക്ടറി അവിടെ നിന്ന് മാറ്റപ്പെടുക തന്നെ ചെയ്യണം. പലരും പറയുന്നു ഇപ്പോൾ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണ്. അല്ല, വളരെ വ്യത്യസ്തമായ സമയങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട്, ആ വാർഡ് മെമ്പറോട്, അധികാരികളോട് നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശത്തെ പാവപ്പെട്ട സാധുക്കളായ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന, നേരത്തെ പറഞ്ഞ രീതിയിൽ 1.5 സെന്റ് വസ്തുവിൽ അടുപ്പ് കൂട്ടിയതുപോലെ താമസിക്കുന്ന പാവപ്പെട്ട ജനതയുടെ നിരന്തരമായ രോധനത്തിൽ നിന്ന്, അവരുടെ പ്രതിഷേധത്തിൽ നിന്നാണ് വെൽഫെയർ പാർട്ടി ഇത്തരം ഒരു സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇത് കേവലം ഒരു സൂചനയാണ്. ഈ സൂചന കൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞുമോനും അവിടെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയും അതുപോലെ മുനിസിപ്പാലിറ്റിയിലിരിക്കുന്ന മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികാരികളും നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. വെൽഫെയർ പാർട്ടി ഇറങ്ങിത്തിരിക്കുന്ന സമരങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന പാരമ്പര്യം ഈ പാർട്ടിക്കില്ല. ആ പാർട്ടി ഏറ്റെടുക്കുന്ന സമരങ്ങൾ വളരെ കൃത്യമായി വിജയം കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. നമുക്കറിയാം അവിടെ ഒട്ടനവധി ദീനീ സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിന്റെ തെക്ക് വടക്കുള്ള നിർധനരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ. ആ കുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിനും ശ്വാസകോശ സംബന്ധമായ രോഗത്താൽ കായംകുളം ഹോസ്പിറ്റലിലെ ക്യൂബിൽ നിൽക്കേണ്ട ഗതികേടിലേക്ക് ആ നാടിനെ മാറുകയാണ്. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ പൊന്നാരത്ത് അധ്യക്ഷത വഹിച്ചു. ഏകകണ്ഠമായി കൗൺസിൽ തീരുമാനിച്ചതനുസരിച്ച് നടപ്പിലാക്കാൻ സെക്രട്ടറിക്ക് കഴിയാതെ വന്നതിന്റെ പേരിൽ നമ്മുടെ വാർഡിന്റെ മെമ്പർ കൂടിയായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ സെക്രട്ടറി ഇല്ലാത്ത സമയത്ത് അവിടെ കയറി ഗരാവോ ചെയ്ത പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടാണ് അവസാന ദിവസം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കണ്ടത്. ഇതേ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വല്ലാതെ രോഷാകുലരാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് വെൽഫെയർ പാർട്ടി രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി, പല സന്ദർഭങ്ങളിലായി ഇവരുടെ CPM-ന്റെയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരും ഇടപെടലുകൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കി നിന്ന വെൽഫെയർ പാർട്ടി അവസാനം എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ ആ വാർഡിനെ സംരക്ഷിക്കുവാനും ആരോഗ്യം നിലനിർത്തുവാനും വേണ്ടി ഞങ്ങൾ ഇതാ പുറപ്പെട്ടിരിക്കുന്നതാണ്. വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം അവിടുന്ന് പൂട്ടി കെട്ടി വിടാതെ അവസാനിക്കുകയില്ല എന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് തുറന്നുള്ള ഉദ്ഘാടനത്തിനായി വെൽഫെയർ പാർട്ടി 1-ാം വാർഡ് പ്രസിഡന്റ് റാഷിദ് സ്വാഗതം പറഞ്ഞു. വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് ആലയിൽ ആശംസാ പ്രസംഗം നടത്തി. കമ്പനിയുടെ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാട് പറഞ്ഞു. മുഹമ്മദ് കുഞ്ഞ് ചേരാവള്ളി, ഹബീബ് റഹ്മാൻ, സിയാഉൽ ഹക്ക്, താജുദ്ദീൻ, അനസ് പുതുവന, നസീർ ഹമീദ്, സുധീർ ഖാൻ, റസീന, ഫസീല, നസീമ നിസാർ, അജീന, നവാസ്, ലീന, ഷീജ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കായംകുളം.